ഒരുപാട് സഹോദരിമാരും ഒരുപാട് ഉമ്മമാരും ചില ഉപ്പമാരും കമൻറ്റിലൂടെയും അല്ലാതെ ഫോണിൽ വിളിച്ച് പറഞ്ഞ, അതുപോലെ തന്നെ നമ്മുടെ ചില വീഡിയോകൾക്ക് താഴെ കമൻ്റായി ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഉസ്താദേ, ക്യൂടെക്സ് ഇടാമോ? ലിപ്സ്റ്റിക് തേക്കാമോ? ഐലൈനർ തേക്കാമോ? ഫൗണ്ടേഷൻ മുഖത്തിടാമോ? കാലിന്റെ വിരലിൽ മോതിരമിടാമോ? മൂക്ക് കുത്താമോ? പുരികം പ്ലക്ക് ചെയ്യാമോ? ത്രെഡ് ചെയ്യാമോ? മുടിക്ക് പച്ച, മഞ്ഞ, നീല, ചുവപ്പ് കളർ കൊടുക്കാമോ? തുടങ്ങി ഒരുപാട് ആധുനിക മസാലകൾ ഇന്നത്തെ നമ്മുടെ കുട്ടികൾ പലപ്പോഴും അബദ്ധത്തിൽ പോയി ചാടുന്ന ചില ആധുനിക മസാലകൾ വിശദമായി നമുക്ക് ഇൻഷാ അള്ളാ ഈ വീഡിയോയിലൂടെ കേൾക്കാം. ഓരോ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ മസാലകളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ്. ഇന്ന് ദീനനുസരിച്ച് ജീവിക്കാനുള്ള ചില മാർഗരേഖകളാണ് നമ്മൾ പറയുന്നത്. ഉസ്താദെ, ക്യൂടെക്സ് ഇടാമോ? ലിപ്സ്റ്റിക് ഇടാമോ? കണ്ടീഷണർ, അതുപോലെ ഐലൈനർ, അതുപോലെ പുരികം പ്ലക്ക് ചെയ്യാമോ? ത്രെഡ് ചെയ്യാമോ? അതുപോലെ മുടിക്ക് പച്ച, മഞ്ഞ, നീല കളർ കൊടുക്കാമോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പല സഹോദരന്മാരും ചോദിച്ചിട്ടുണ്ട്. ആ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കണേ. പലർക്കും പറ്റുന്ന ഒരുപാട് അബദ്ധങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദ്യമായി പറയട്ടെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. പടച്ചോൻ ആരാണ്? നല്ല ഗ്ലാമർ ഉള്ളവനാണ്. അള്ളാഹ് നല്ല ഗ്ലാമർ ഉള്ള ആളാണ്. അതുകൊണ്ട് സൗന്ദര്യത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു സൗന്ദര്യമുള്ളവനാണ്. സൗന്ദര്യത്തെ പടച്ചവൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി സൗന്ദര്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും പൗഡർ ഇട്ട് നടക്കണമെന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാ സമയത്തും ലിപ്സ്റ്റിക് ഇട്ട് നടക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഇൻഷാ അള്ളാഹ് ബാക്കി പറയാം. ഭംഗിയില്ലാത്തവർക്ക്, കറുത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ മുഖമൊക്കെ ചുക്കിച്ചുളിഞ്ഞ ആളുകൾക്ക്, ഉസ്താദെ ഞങ്ങൾക്കൊന്നും ദീനിൽ പ്രാധാന്യമില്ലേ, അള്ളാഹു സൗന്ദര്യമുള്ളവനാണ്, അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സൗന്ദര്യമില്ലാത്തവർ എന്ത് ചെയ്യും എന്നൊന്നും ആരും വിചാരിക്കരുതേ. അള്ളാഹു സൗന്ദര്യമുള്ളവനാണ്, സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്ന ആ ഹദീസിന് മറ്റൊരർത്ഥം മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞത് മനസ്സിൻ്റെ സൗന്ദര്യമാണ്. മനസ്സിൻ്റെ സൗന്ദര്യം, മനസ്സിനൊരു നല്ലൊരു സൗന്ദര്യം വേണം, നല്ല സ്വഭാവം, നല്ല സൗന്ദര്യമാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊലിക്ക് നിറം കറുപ്പായ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ എല്ലാവരും ആട്ടി ഓടിച്ച ബിലാൽ തങ്ങളെ ചേർത്ത് പിടിച്ചു എന്നാണ്. മനസ്സിൻ്റെ സൗന്ദര്യമാണ് ഏറ്റവും വലുത് എന്ന് വെച്ച് ബാഹ്യമായ സൗന്ദര്യത്തിന് ഒരു വിലയുമില്ല എന്നല്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോകുമ്പോൾ 5 കാര്യങ്ങൾ കൂടെ ഉണ്ടാകും. നബി യാത്ര പോകുമ്പോൾ എപ്പോഴും 5 കാര്യങ്ങൾ, ഒരു സഞ്ചി ഉണ്ടാകും. ആ സഞ്ചിയിൽ 5 വസ്തുക്കൾ ഉണ്ടാകും. ഒന്ന്, ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ നബിതങ്ങൾ മുഖം നോക്കുമായിരുന്നു. നബിതങ്ങൾ താടി ഈരി വെക്കുമായിരുന്നു. നബിതങ്ങൾ തലപ്പാവ്, അല്ലെ, അന്ന് നബിതങ്ങളുടെ കാലത്ത് തലപ്പാവുണ്ട്. അറബികൾ തലപ്പാവ് കെട്ടും. ആ തലപ്പ് കെട്ടുന്ന സമയത്ത് നബിതങ്ങൾക്ക് ചുവപ്പ് കളറിലെയും അതുപോലെ കറുപ്പ് കളറിലെയും വെള്ള കളറിലെയും, എപ്പോഴുമല്ല പല സമയങ്ങളിലായി നബിതങ്ങൾ ആ തലപ്പാവുകൾ കെട്ടിയിരുന്നു എന്നാണ്. ആ തലപ്പാവുകൾ കെട്ടുന്ന സമയത്ത് കണ്ണാടി നോക്കി കെട്ടുമായിരുന്നു. നബിതങ്ങളുടെ ഒരു സഞ്ചിയിൽ ഒന്നാമതുള്ള വസ്തു എന്ന് പറഞ്ഞാൽ കണ്ണാടിയാണ്. 2, ഒരു അത്തറിൻ്റെ കുപ്പി ഉണ്ടാകും, ഒരു അത്തർ ഉണ്ടാകും. എപ്പോഴും അത് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് കയ്യിലൊക്കെ പറ്റി ശരീരത്തിൽ പറ്റുമായിരുന്നു. മറ്റൊന്ന് വസ്തുവാണ്, മൂന്നാമത്തെ വസ്തുവാണ് സുറുമ ഉണ്ടാകും. സുറുമ ഉണ്ടാകുമായിരുന്നു. 4ാമത്തെ വസ്തുവാണ് ഒരു കുപ്പി എണ്ണ ഉണ്ടാകും. അതെന്തിനാ? തലയിലും താടിയിലൊക്കെ ഒന്ന് തേക്കാൻ, മുടിയൊക്കെ പാറി പറന്നിരിക്കാതിരിക്കാൻ ഒന്ന് ഒതുക്കി വെക്കുന്നതിന് വേണ്ടി ഒരല്പം എണ്ണയെടുത്ത് നബിതങ്ങൾ തലയിലും താടിയിലൊക്കെ പുരട്ടുമായിരുന്നു. മറ്റൊരു വസ്തുവാണ് മിസ്വാക്ക്, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഷ്. മിസ്വാക്ക്, നബിതങ്ങൾ പല്ലെപ്പോഴും ക്ലീൻ ആക്കുമായിരുന്നു. ഈ 5 വസ്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഞ്ചിയിലുണ്ടാകും. എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഇത് കൊണ്ടുപോകുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ഭംഗിയാവുക, ഉള്ള ഭംഗി ഒന്ന് നിലനിർത്തുക എന്നുള്ളത് അത് പ്രത്യേകം സുന്നത്താണ്. ചില ആളുകളുണ്ട്, താടിയൊന്നും ക്ലിയർ ആക്കില്ല, ഇങ്ങനെ താടി ഇങ്ങനെ വളർത്തി ഇങ്ങനെ വെക്കും. അത് ആവശ്യമില്ല. അത് കാണുമ്പോൾ ഒരു റാഹത്ത് ഉണ്ടാവണം, മുഖത്ത് നോക്കുമ്പോൾ ഒരു റാഹത്ത്, സന്തോഷം ഉണ്ടാവണം. ചില ആളുകളുടെ മീശ ഇങ്ങനെ താഴേക്ക് മേൽചുണ്ട് കാണാൻ പറ്റാത്ത തരത്തിൽ മീശ വളർത്തും. പുരുഷന്മാർ പാടില്ല. ചില പെണ്ണുങ്ങളുണ്ട്, അല്ലത്താ നിങ്ങൾ എന്താ മൈലാഞ്ചി ഇടാത്തത്,
പിന്നെ മൈലാഞ്ചി, ഇപ്പോൾ ആ മൈലാഞ്ചി ഇടേണ്ട പ്രായമാണോ എന്ന് പറയുന്ന ചില ഉമ്മമാരുണ്ട്. ചില ഉപ്പമാർ അവർക്ക് ഒന്ന് താടിയൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയാൽ, മുടിയൊക്കെ ഒന്ന് ശരിയാക്കിയാൽ നല്ല രസം അവരെ കാണാം. പക്ഷെ അവരൊന്നും ചെയ്യൂല. ഞങ്ങളൊക്കെ വയസ്സായില്ലേ, ഇനി എന്തിനാ അതൊക്കെ ചെയ്യുന്നത് എന്ന് കരുതുന്ന, എന്ന് പറയുന്ന പല ആളുകളുമുണ്ട്. കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു തആല സൗന്ദര്യമുള്ളവനാണ്, അല്ലാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. ആണിനും പെണ്ണിനും സൗന്ദര്യം കാത്തു സൂക്ഷിക്കൽ പ്രത്യേകം ഖൈറാണ്. അതിൽപ്പെട്ടതാണ് പല്ല് തേക്കുക. പല്ല് തേക്കൽ സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. ഒരാൾ നോക്കി നമ്മൾ ചിരിക്കുന്ന സമയത്ത് അഴുക്കുകളുള്ള പല്ലാണെങ്കിൽ അതൊരു സൗന്ദര്യത്തിന് കേടാണ്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു പല്ല് തേക്കണം. നിങ്ങൾ 2 ദിവസം കൂടുമ്പോഴെങ്കിലും എന്നാണ്, ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മേലും ശരീരമൊക്കെ തേച്ചൊരുമി നിങ്ങൾ കുളിക്കണമെന്നാണ്. എല്ലാ ദിവസവും കുളിക്കാൻ പറ്റില്ല, ഏറ്റവും ഖൈർ. 24 മണിക്കൂറും വെള്ളത്തിൽ തന്നെ കഴിയണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, മറിച്ച് ഒന്നിടവിട്ട ദിവസമെങ്കിലും നിങ്ങൾ കുളിക്കുക. പറ്റിയാൽ എല്ലാ ദിവസവും നിങ്ങൾ കുളിക്കുക. ശരീരത്തിൽ വെള്ളമൊഴിച്ച് അഴുക്കുകൾ കളയുക. നല്ല വസ്ത്രം ധരിക്കുക. ശരീരത്തിലെ മുടി, താടി, മറ്റ് രോമങ്ങളൊക്കെ വെട്ടി ഒതുക്കുക എന്നാണ്. നമ്മുടെ കക്ഷത്തിലെ അതുപോലെ തന്നെ ഗുഹ്യ അവയവങ്ങളിലെ ആ രോമങ്ങളൊക്കെ 40 ദിവസം കൂടുമ്പോഴെങ്കിലും എന്നാണ്. 40 ദിവസം കൂടുമ്പോഴെങ്കിലും അതൊക്കെ വെട്ടി ഒതുക്കി ക്ലിയർ ആക്കി വെക്കുക. ഇത് ആണിനും സുന്നത്താണ്, പെണ്ണിനും സുന്നത്താണ്. പണ്ടൊക്കെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സൗന്ദര്യവതിയാവുക എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കയ്യിൽ മൈലാഞ്ചി ഇടും. അതൊരു സൗന്ദര്യത്തിൻ്റെ അടയാളമാണ്. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ അടയാളം കയ്യിൽ മൈലാഞ്ചി ഇടും. ചിലപ്പോൾ സുറുമയിടും. ചിലപ്പോൾ ഈ മഞ്ഞൾ തേക്കുന്ന പരിപാടിയുണ്ട്. മുഖത്തെ കാലയിലൊക്കെ മഞ്ഞൾ തേക്കുന്ന പരിപാടിയുണ്ട്. അതുപോലെ ഇപ്പോൾ പിന്നെ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ പൗഡർ ഇടലായി, പിന്നെ കൺമഷി തേക്കലായി. ഇതൊക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, നമുക്കുള്ള നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു പ്രകാശം അല്ലെങ്കിൽ ആ മുഖത്തിൻ്റെ ഒരു കാന്തി അത് നിലനിർത്താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ, ഇനി ഞാൻ എൻ്റെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഉപ്പമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ പലപ്പോഴും അബദ്ധത്തിലേക്ക് പോകുന്നത് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ്. പല ആളുകളും ക്യൂടെക്സ് ഇടുന്നവരാണ്. കയ്യിലൊക്കെ പല കളറിൽ ഈ ചില ദ്രാവകം കിട്ടുമല്ലോ നമ്മുടെ കുപ്പിയിൽ, അതിങ്ങനെ തേക്കുന്നവരാണ്. ചില പെണ്ണുങ്ങൾ ഇങ്ങനെ നഖം ഇങ്ങനെ വളർത്തി വെക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി പറയാം. അതുപോലെ തന്നെ പിരുകം പ്ലക്ക് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ കണ്ടീഷണർ ഇടുന്നവരുണ്ട്. മുടിക്ക് പല നിറങ്ങളും കൊടുക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്നും ചർച്ച ചെയ്യാം. ഒന്നാമത്തേത് സ്ത്രീകൾക്ക് കൺമഷി ഇടുക, അല്ലെങ്കിൽ ഐലൈനർ പല പേരുകളാണല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞു, ഉസ്താദ് ഐലൈനർ എന്നല്ല ഇങ്ങനെയാണ് പേരെന്ന് പറഞ്ഞാൽ ആരും കമൻറ്റിൽ വരണ്ട. ഇതൊന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. കൺമഷി ഇടുന്നവരുണ്ട്, ഐലൈനർ ഇടുന്നവരുണ്ട്, മസ്കാര എന്ന് പറഞ്ഞ സാധനം, മസ്കാര അതെങ്ങനെ ഇരിക്കണമെന്ന് അല്ലാഹുവാലോ. മസ്കാര ഉണ്ട്, പിന്നെ ഐഷാഡോ ഉണ്ട്. ഇതൊക്കെ ഇടാമോ, ഇതൊക്കെ വെക്കാമോ എന്ന് ചോദിക്കുന്ന പല സഹോദരിമാരുണ്ട്. പ്രത്യേകിച്ച് ഈ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ പുതുമണവാട്ടി ഒരുങ്ങുമ്പോൾ ഇതൊക്കെ തേക്കാറുണ്ട്, ഇതൊക്കെ വെക്കാറുണ്ട്. ഇതൊന്നും ഇടുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. കൺമഷി നമുക്ക് ഇടാം, ഐലൈനർ ഇടാം, മസ്കാര ഇടാം, ഐഷാഡോ വെക്കാം, കുഴപ്പമൊന്നുമില്ല. അത് ഹറാമാണ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രശ്നമുണ്ട് കേട്ടോ. കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഭാഗം മാത്രം കേട്ടു പോവരുതേ. ഇതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നമെന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ തേച്ചു അല്ലേ, കൺമഷി തേച്ചു, ഐലൈനർ തേച്ചു, മസ്കാരയൊക്കെ തേച്ചു. എന്നിട്ട് നമ്മൾ ഉളുവെടുക്കുന്ന സമയത്ത്, വുളുവെടുക്കുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ഭാഗത്ത് വെള്ളം തടയുന്നുണ്ടെങ്കിൽ, വുളുവിന്റെ വെള്ളത്തെ തടയുന്നതാണ് ആ വസ്തുക്കളെങ്കിൽ നമ്മുടെ വുളു ശരിയായില്ല. വുളു ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയായില്ല. നിസ്കാരം ശരിയായില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം എന്താ? ഇതുകൊണ്ട് എന്താ അർത്ഥം? അതുകൊണ്ട് ശ്രദ്ധിക്കണേ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ഇതിടുന്ന ഉമ്മമാര്, സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. വുളുവെടുക്കേണ്ടതാണ്, എനിക്കിനി അടുത്ത വക്കത്ത് നിസ്കരിക്കേണ്ടതാണെന്നുള്ള ബോധ്യത്തിൽ മാത്രമേ അത് വാരി തേക്കാവൂ. കാരണം നിങ്ങൾ അതൊക്കെ തേച്ചിട്ട് നിസ്കാരത്തിന് സമയമായി നിസ്കരിച്ചേക്കാന്ന് പറഞ്ഞ് വുളു എടുക്കുന്ന വെറുതെ വെള്ളം ഒഴിച്ചാൽ നിങ്ങളുടെ ആ ഒഴിച്ച വെള്ളം വെറുതെ ഒലിച്ചു പോകുന്നതല്ലാതെ മുഖത്ത് തട്ടില്ല. കാരണം മുഖത്ത് എന്താണ്? ഒരുപാട് ഐഷാഡോയും അതുപോലെ തന്നെ മസ്കാരയും അതുപോലെ തന്നെ പുട്ടിയൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ വുളു ശരിയാവില്ല. പുതുപ്പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് സാധനം ഇടും അല്ലേ, ഒരുപാട് സാധനം, കണ്ടീഷണർ ഇടും, അതുപോലെ ഒരുപാട് സാധനം പുട്ടിയൊക്കെ ഇടാറുണ്ട്, പല പല പേരുകളാണ്. അപ്പോൾ അതിട്ടിട്ട് മുഖം കഴുകിയാൽ ആ വെള്ളം ചേരില്ല, പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോകുന്നതായി കാണാം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ വുളു എടുക്കുന്ന സമയത്ത് ആ വെള്ളം ചേരില്ല, നമ്മുടെ നിസ്കാരം ശരിയായില്ല, വുളു ശരിയായില്ല. ഇനി ജനാബത്തുകാരിയായാൽ ജനാബത്തുകാരിയുടെ ആ കുളി ശരിയായില്ല, ഹൈലുകാരിയാണെങ്കിൽ ഹൈലുകാരിയുടെ കുളി ശരിയായിട്ടില്ല.
അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഒന്നുകിൽ അത് ഇടുന്നതിന് മുമ്പ് നല്ലതുപോലെ വുളു എടുക്കുക. വലിയ ശുദ്ധിയുടെ കുളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനാബത്ത് കുളി ഉണ്ടെങ്കിൽ അതൊക്കെ കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രം, വുളു എടുത്തതിന് ശേഷം മാത്രമേ അത് സാധനം ഇടാവൂ. പ്രത്യേകിച്ച് പുതുപ്പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് ളുഹർ നിസ്കരിക്കാനുള്ളതാണ്, അസ്ർ നിസ്കരിക്കാനുള്ളതാണ്. ചിലപ്പോൾ ളുഹർ നിങ്ങൾക്ക് ഒരു പക്ഷേ കുറച്ച് സമയം വൈകി എന്ന് വരും. ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വുളു എടുത്ത് നിസ്കരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണ്? നമ്മൾ മുഖത്ത് തേച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ നല്ലതുപോലെ കഴുകിക്കളയാൻ പ്രയാസമാകും. അപ്പം എന്ത് ചെയ്യുക? നിങ്ങൾ ആ പുട്ടിയും ഇതൊക്കെ ചിലപ്പോൾ ഒരു 10 മണിക്ക് തന്നെ ഒരുക്കാൻ വേണ്ടി ആളുകൾ വരും, അല്ലെങ്കിൽ ഒരു 9 മണിക്ക്, ചിലപ്പോൾ 8 മണിക്ക് തന്നെ വരും. നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യുക? പരമാവധി വുളുവോടുകൂടി ആ മുഖത്തൊക്കെ ആ സാധനം തേക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വുളുവോടുകൂടി തേച്ച് കഴിഞ്ഞാൽ പിന്നെ വുളു മുറിയുന്ന കാര്യങ്ങൾ ഇല്ലാതെയായാൽ പിന്നെ നിങ്ങൾക്ക് ളുഹർ നിസ്കരിക്കാം, വേണമെങ്കിൽ അസ്ർ നിസ്കരിക്കാം. ആ സമയത്ത് അത്രയും നേരം വുളു കിട്ടിയാൽ. ഇനി കിട്ടിയില്ല എങ്കിൽ അസ്ർ നിസ്കരിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം? അതിങ്ങനെ കഴുകിക്കളയേണ്ടി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. കൺമഷിയും ഐലൈനറും മസ്കാരയും ഐഷാഡോ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ആ വുളു എടുക്കുന്ന സമയത്ത് വെള്ളം തടയുന്നതാണെങ്കിൽ അത് ഉപയോഗിക്കാൻ ആ സമയത്ത് പറ്റില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2, പുരികം പ്ലക്ക് ചെയ്യുക, ത്രെഡ് ചെയ്യുക. ലഅന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്യുന്നവരെ ശപിച്ചു. പാടില്ല, ദീനിൽ അത് പാടില്ല. പുരികം പ്ലക്ക് ചെയ്യാൻ, അതൊരു സൗന്ദര്യം കൂട്ടാൻ വേണ്ടി പറിച്ചു കളയാൻ പാടില്ല. പക്ഷേ ഇനി കേട്ടോ, പക്ഷേ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എന്തുട്ടാ നിന്റെ ഈ പുരുകം കാണുന്നത്, അതൊക്കെ ഒന്ന് പ്ലക്ക് ചെയ്തൊന്ന് നല്ലപോലെ ആക്കാൻ പാടില്ലേ? കാരണം ഭർത്താവിന് അതൊക്കെ ഒന്ന് ക്ലിയർ ആയി ഇങ്ങനെ മാൻപേടയുടെ പോലെ ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കാനാണ് മൂപ്പർക്ക് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഭാര്യമാർക്ക് ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി പുരുകം പ്ലക്ക് ചെയ്യാം, ത്രെഡ് ചെയ്യാം, അത് ക്ലിയർ ആക്കി വെക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് വ്യാപകമായി അല്ലേ, ബ്യൂട്ടി പാർലറിൽ പോകണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബ്യൂട്ടി പാർലറിൽ പോവാം, നമുക്ക് മുഖത്തിൽ ക്ലീനിങ് ചെയ്യാം അല്ലേ, മുഖത്തിലെ അഴുക്കുകൾ കളയാനും അതുപോലെ തന്നെ കൈ വിരൽ, കാൽ വിരൽ അവിടെ ക്ലിയർ ആക്കാൻ വേണ്ടി ഒരുപാട് സ്ത്രീകൾ പോകുന്നുണ്ട്, സഹോദരിമാർ പോകുന്നുണ്ട്. പോകണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷെ പോകുന്ന സമയത്ത് നമ്മുടെ മുഖത്തും കയ്യിലൊക്കെ വാരിത്തേക്കുന്ന വസ്തുക്കൾ വെള്ളത്തെ തടയുന്നതാണെങ്കിൽ നമ്മുടെ വുളു ശരിയാവില്ല, നിസ്കാരം ശരിയാവില്ല, കുളി ശരിയാവില്ല. ആ കാര്യം ശ്രദ്ധിക്കണേ. അപ്പോൾ പുരുകം പ്ലക്ക് ചെയ്യാൻ പാടില്ല ആണിനും പെണ്ണിനും. പക്ഷേ പെണ്ണിന് പറ്റും. ആർക്ക്? ഏത് പെണ്ണിന്? കല്യാണം കഴിഞ്ഞ പെണ്ണിന്, സ്ത്രീകൾക്ക് പറ്റും. ഭർത്താവ് പറയുന്നു, എന്താ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി, ഭർത്താവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ, സമ്മതമുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് അത് ചെയ്യാം. അപ്പോൾ ഈ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇനി മൂന്നാമത്തേത് പ്രത്യേകം ഉമ്മമാർ ശ്രദ്ധിക്കണേ. ആദ്യമായി എൻ്റെ ഉപ്പമാരോട്, പുരുഷന്മാരോട് പറയട്ടെ, നമ്മുടെ ഈ 10 വിരലിലും നമുക്ക് മോതിരമിടാൻ അനുവദനീയമല്ല. മോതിരമിടാം, ഒരു മോതിരം, പുരുഷന്മാർക്ക് ഒരു വെള്ളിയുടെ മോതിരം, അതാണ് അണിയേണ്ടത്. പിന്നെ ഏത് വിരലിലാണ് അണിയേണ്ടതെന്നതിന് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നു വലത് കൈയിലെ ഈ ആ ചിഹ്ന വിരലിലാണ് മോതിരം ഇടേണ്ടത്. ചില ആളുകൾ പറയുന്നു ഇടത് വിരലിലെ ഈ മോതിര വിരൽ എന്ന് തന്നെ പറഞ്ഞിട്ടൊരു വിരലുണ്ടല്ലോ, അതിലിടലാണ് ഖൈർ. അങ്ങനെ പല വിരലുകളിലും ഇടാൻ പറ്റുമെന്നൊക്കെ പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. ഏതുമായിക്കൊള്ളട്ടെ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം വെള്ളിയുടെ ഒരു മോതിരമാണ് അനുവദനീയമായിട്ടുള്ളത്. എന്നാൽ സ്ത്രീകൾക്കോ അവർക്ക് 10 വിരലുണ്ട്, 10 വിരലിലും മോതിരിടാം, ഒരു കുഴപ്പമില്ല. 10 വിരലിടാം. പക്ഷെ അങ്ങനെ ആരും ഇടാറില്ല. പക്ഷേ 1 or 2 മോതിരമൊക്കെ ചിലപ്പോൾ ഈ കയ്യിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളോ അല്ലാത്ത പെണ്ണുങ്ങളോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വുളു എടുക്കുന്ന സമയത്ത് ആ മോതിരമൊക്കെ ഒന്ന് അനക്കിയിട്ട് വെള്ളം ഉള്ളിൽ കയറിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. വെറുതെ കൈ ഇങ്ങനെ കഴുകി പോയാൽ വുളു ശരിയാവില്ല കേട്ടോ, അവിടെയൊന്നും വെള്ളം കയറിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ആ മോതിരമൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം. മറ്റൊരു കാര്യമാണ് മൂക്കൂത്തിയുടെ കാര്യം. ഇൻഷാ അല്ലാഹ് അത് വിശദമായി നമുക്ക് പറയേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതിൽ പ്രത്യേകിച്ച് ഓടിച്ചു പോകുന്നു. മൂക്കൂത്തി എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബ് പ്രകാരം അത് പാടില്ലാത്തതാണ്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല. അതെന്താ പാടില്ലാത്തത്? ഇപ്പം എല്ലാവരും കുത്തുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാം നമുക്ക് ഹലാലാക്കാം. എത്രയോ ആളുകൾ കള്ളു കുടിക്കുന്നു, എത്രയോ ആളുകൾ മയക്കുമരുന്ന് വെക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഞങ്ങൾ എന്താ ചെയ്താൽ, അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. പക്ഷേ ദീനിൻ്റെ നിയമമാണ് മൂക്കുത്തി എന്ന് പറഞ്ഞാൽ. പിന്നെ മൂക്കുത്തി മാത്രമല്ല, സ്ത്രീകൾ കാലിലെ വിരലിൽ റിങ് ഇടുന്നവരുണ്ട്, മോതിരം ഇടുന്നവരുണ്ട്. ഈ തമിഴ്നാട്ടിലെ സ്ത്രീകളൊക്കെ അങ്ങനെ ഇടുന്നു തോന്നുന്നു. അപ്പോൾ അത് കണ്ടിട്ടൊരു ഫാഷനായിട്ട് അങ്ങനെ വെക്കുന്നവരുണ്ട്. പിന്നെ ഒരു കാലിൽ മാത്രം ചരട് കെട്ടുന്ന ചില പെണ്ണുങ്ങളുണ്ട്. അതൊരു മോശ സ്ത്രീയുടെ അടയാളമാണെന്നിങ്ങനെ പറഞ്ഞു കേൾക്കുന്നു.
ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ മോശം സ്ത്രീകൾ ഇങ്ങനെ കെട്ടുന്നതായിട്ട് കാണാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടതാണ്. സത്യാവസ്ഥ അല്ലാഹു ആലം. പക്ഷേ അതങ്ങനെ ചെയ്യാതിരിക്കലാണ് നല്ലത്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കലാണ് നല്ലത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മൂക്കുത്തി കുത്താൻ ഇസ്ലാമിൽ, ദീനിൽ, പ്രത്യേകിച്ച് ഷാഫി മതപ്രകാരം അത് പാടില്ലാത്തതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കാലിൻ്റെ വിരലിൽ മോതിരമിടാൻ അതിനും നിൽക്കണ്ട, അത് ഒരു നല്ല കാര്യമല്ല. ഇനി അഞ്ചാമതായി നമ്മൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മുടിക്ക് നിറം കൊടുക്കുകയാണ്. കറുത്ത നിറം കൊടുക്കുക, മുടിക്ക് കറുത്ത നിറം കൊടുക്കുക, നരച്ച മുടിയൊക്കെ കറുപ്പിക്കുക. അത് പുരുഷനും ഹറാമാണ്, പെണ്ണിനും ഹറാമാണ്, പാടില്ല എന്ന് തന്നെയാണ്, പാടില്ല. ഇനി ചില സമയത്ത് പറ്റും, ചില സമയങ്ങളിൽ ചില സമയങ്ങൾ എന്ന് പറഞ്ഞാൽ പുരുഷന് പറ്റുന്ന സമയം, അതായത് യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് പോകുമ്പോൾ ശത്രു സൈന്യം നോക്കുമ്പോൾ അയ്യേ ഈ മുസ്ലിം സമുദായത്തിൽ എല്ലാം വയസ്സന്മാരാണ് കേട്ടോ, കിളവന്മാരാണ്, മുടിയും താടിയൊക്കെ നരച്ചിരിക്കുന്നത് കണ്ടോ, അങ്ങനെ ഒരു തോന്നൽ ശത്രുക്കളുടെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കാൻ യുദ്ധത്തിന് പോകുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുടിയും താടിയും കറുപ്പിക്കാൻ അനുവാദമുണ്ട്. ഇവിടെ അനുവാദമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ചില ഉലമാക്കൾ പറയുന്നു, ആ മുടിയും താടിയും കറുപ്പിക്കുമ്പോൾ വുളുവിനെ തടയുന്ന വസ്തു കൊണ്ട് കറുപ്പിക്കാൻ പാടില്ല എന്ന് പോലും പറഞ്ഞ ഉലമാക്കളുണ്ട്. അതാണ് പുരുഷന് പറ്റുന്ന ഒരു സമയം. ഇനി സ്ത്രീക്ക് പറ്റും. ഭർത്താവ് പറയും, എന്തിട്ടാണ് ഐഷ നിന്റെ മുടിയൊക്കെ ഇങ്ങനെ നരച്ചല്ലോ, ഇത് ഒന്ന് കറുപ്പിച്ചാളി എന്ന് പറയുമ്പോൾ ആ പെണ്ണിന് കറുപ്പിക്കാം. അതായത് ഭർത്താവിൻ്റെ തൃപ്തി അങ്ങനെയാണ്, കറുത്ത മുടിയായിട്ടിരിക്കലാണ് എങ്കിൽ നരച്ച മുടിയുള്ള സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി കറുപ്പിക്കാം. കറുപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് നാടൻ മരുന്നുകൾ കിട്ടും, അതായത് മുടി തേക്കുമ്പോൾ കറുക്കും, എന്നാൽ എന്താണ് വെള്ളം ചേരും, കുഴപ്പമില്ല. വെള്ളം ചേരുന്ന വസ്തുക്കൾ വെച്ച് നമുക്ക് മുടി കറുപ്പിക്കാൻ പാടില്ല. അത് ആണിനും പാടില്ല, പെണ്ണിനും പാടില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു ചോദ്യം, ഉസ്താദേ മഞ്ഞ, പച്ച, വെള്ള, നീല, ചുവപ്പ്, ഈ തരത്തിൽ മുടി കുറച്ച് പച്ച, കുറച്ച് മഞ്ഞ, കുറച്ച് വെള്ള, ഇങ്ങനെ മാറ്റി വെക്കുന്ന ചില ഫ്രീക്കൻ ചെറുപ്പക്കാരുണ്ട്. ഞാൻ അവരോട് പറയുന്നത്, ചില ഫ്രീക്കത്തിമാരുമുണ്ട്. അവരുടെ മുടിയുടെ താഴ്ഭാഗത്ത് ചിലപ്പോൾ ഒരു വയലറ്റ് കളറായിരിക്കും, കുറച്ചുകൂടി ഫ്രണ്ടിൽ ചുവപ്പ് കളറായിരിക്കും. പല രാജ്യങ്ങളുടെയും പതാക പോലെ ഇങ്ങനെ അവിടെയും വെളുപ്പ്, ഇവിടെ കറുപ്പ്, ഇവിടെ ചുവപ്പ്, അങ്ങനെ വെക്കുന്നുണ്ട്. ഇത് പറ്റുമോ? ഇത് കുഴപ്പമില്ല, പക്ഷേ കുഴപ്പമില്ല. അതായത് മുടിക്ക് വ്യത്യസ്തമായ കളറുകൾ കൊടുക്കൽ കുഴപ്പമില്ല. പക്ഷേ പറയട്ടെ, ആ തേക്കുന്ന വസ്തു എന്താവാൻ പാടില്ല? അത് നമ്മുടെ വെള്ളത്തെ തടയുന്ന, അതായത് നമ്മൾ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം തടയുന്ന വസ്തു ആവാൻ പാടില്ല. അതായിരിക്കും നമ്മൾ ബാർബർ ഷോപ്പിൽ ചെന്നാൽ നമ്മൾ മുടി ഇങ്ങനെ കറുപ്പിക്കാൻ പറഞ്ഞാൽ കറുപ്പിച്ചു തരും, വെളുപ്പിക്കാൻ പറഞ്ഞാൽ വെളുപ്പിച്ചു തരും, മഞ്ഞപ്പിക്കാൻ പറഞ്ഞാൽ മഞ്ഞപ്പിച്ചു തരും, പച്ചപ്പിക്കാൻ പറഞ്ഞാൽ പച്ചപ്പിച്ചു തരും. പക്ഷേ ആ തേക്കുന്ന സാധനങ്ങൾ ഓരോന്നും നമ്മുടെ മുടിക്ക് കേടാണ്, നമ്മുടെ തലക്ക് കേടാണ്. എല്ലാത്തിനും ഉപരിയായി ആ തേക്കുന്ന വസ്തു ജെല്ലുണ്ടാവുമല്ലോ, ആ ജെല്ല് അല്ലെങ്കിൽ ചിലപ്പോൾ ഹീറ്റ് ചെയ്യും, ചൂടാക്കും മുടിയൊക്കെ. ആ സമയത്ത് എന്താണ് നമ്മുടെ മുടി പൊട്ടിപ്പോവാനും ഭാവിയിൽ മുടി മുഴുവൻ കൊഴിഞ്ഞു പോവാനും സാധ്യതയുള്ളതോടൊപ്പം തന്നെ ഇസ്ലാമികപരമായി നോക്കിയാൽ ആ തേക്കുന്ന വസ്തുക്കൾ കൊണ്ട് വെള്ളം ചേരില്ല, കുളി ശരിയാവില്ല, പുതു ശരിയാവില്ല, ഹറാമായ പ്രവൃത്തിയിലേക്ക് നമ്മുടെ ജീവിതം പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. പിന്നെ അത്യാവശ്യം ഇനി ചോപ്പിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മൈലാഞ്ചി തേക്കാം. നമ്മൾ നാളെ അരച്ച മൈലാഞ്ചി ഉണ്ടല്ലോ, അത് തേക്കാം, കുഴപ്പമില്ല. ഇനി മറ്റൊരു മസാലയാണ് ക്യൂടെക്സ്. ഉസ്താദേ ക്യൂടെക്സ് ഞങ്ങളുടെ വിരലുകളിൽ തേക്കാമോ? ക്യൂടെക്സ് എന്നല്ല, ശർക്കര മൈലാഞ്ചി, ഇപ്പോൾ സിങ്ങിൻ്റെ മൈലാഞ്ചി കിട്ടും, ബിഗ് ബിയുടെ മൈലാഞ്ചി ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ബ്രാൻഡുകളുടെ മൈലാഞ്ചി ഉണ്ട്. ഇതൊക്കെ തേക്കുമ്പോൾ ഇതൊക്കെ മൈലാഞ്ചി എന്ന് പറയാൻ പറ്റില്ല, കുറച്ചെന്തോ കെമിക്കലുകൾ കൂട്ടിക്കലർത്തി കോണാക്കി തരുന്നു മാത്രം. അതൊക്കെ നമ്മുടെ വിരലിലൊക്കെ തേച്ചാൽ, നമ്മുടെ കയ്യിലും നഖത്തിലൊക്കെ തേച്ചാൽ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് പൊളിച്ചാൽ അത് പൊളിഞ്ഞു വരും. അതെന്താണ്? വെള്ളത്തെ തടയുന്ന വസ്തുക്കളാണ്, വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കില്ല. ക്യൂടെക്സ് തേച്ചാലും അങ്ങനെ പല കളറിലും, അതുപോലെ നഖമൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തിയ പെണ്ണുങ്ങളുണ്ട്. അത് അഴുക്കുകൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഞങ്ങൾ ക്ലീനാക്കും ഉസ്താദേ. എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ കാണാത്ത ഒരുപാട് അണുക്കളുകൾ നമ്മുടെ വിരലുകളിൽ ഉള്ളിലുണ്ടാകും. അത് നമ്മുടെ ശരീരത്തിന്, സ്കിന്നിന് പ്രോബ്ലമാണ്, നമ്മുടെ ശരീരത്തിന് പ്രോബ്ലമാണ്. അതുകൊണ്ട് ആ ഒരു സ്വഭാവം കൊള്ളില്ലാത്തതാണ്. നഖമൊക്കെ ഓരോ ആഴ്ചയിലോ അല്ലെങ്കിൽ ഒന്നരാഴ്ച കൂടുമ്പോൾ അത് വെട്ടി ഒതുക്കൽ ഏറ്റവും ഹൈറാൻ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം വെള്ളം നമ്മൾ
തടയും ആ വസ്തുക്കൾ. അതുകൊണ്ട് നിസ്കാരം ശരിയാവില്ല, വുദു ശരിയാവില്ല. ഇനി ഏഴാമതായി നമ്മൾ പറയുന്നത് മുഖത്ത് പുട്ടി ഇടാമോ ഉസ്താദേ, ഫൗണ്ടേഷൻ ഇടാമോ, അതുപോലെ തന്നെ ഹൈലൈറ്റർ ഇടാമോ, ബ്ലഷ് ഇടാമോ, സെറ്റിംഗ് പൗഡർ, അതുപോലെ തന്നെ കൺസീലർ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. പേര് മാറിപ്പോയെന്ന് വെച്ച് ഇനി കമൻറ്റിൽ വരണ്ട കേട്ടോ, ഞാനത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പം കല്യാണ പെണ്ണുങ്ങളായിരിക്കും, പുതുമണവാട്ടികളായിരിക്കും ഇത് കൂടുതൽ ഇടുന്നത്, ഇട്ടോട്ടെ. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അത് ഇട്ട് കഴിഞ്ഞ് നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് അത് മുഴുവൻ തേച്ച് കഴുകിയേ പറ്റൂ, മുഴുവൻ തേച്ച് കളഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ വുളുവിൻ്റെ വെള്ളം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മുഖത്ത് പറ്റൂല, നമ്മുടെ മുഖത്ത് തട്ടില്ല. നമ്മുടെ മുഖത്ത് തട്ടാതെ വന്നാൽ വുളു ശരിയാവില്ല, വുളു ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയായില്ല, പടച്ചോൻ്റെ അടുക്ക് നമ്മൾ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. വേണമെങ്കിൽ പുതുമണവാട്ടിമാർ എന്ത് ചെയ്യട്ടെ, വുളു എടുത്തിട്ട് ഈ കാര്യങ്ങൾ ചെയ്യട്ടെ. പിന്നെ നിങ്ങൾക്ക് വുളു ഉണ്ടല്ലോ, പിന്നെ വുളു മുറിയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ വുളു എടുക്കേണ്ടി വന്നാൽ അത് മുഴുവനും തേച്ച് കഴുകേണ്ടി വരും. ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി എട്ടാമത്തേത് ലിപ്സ്റ്റിക് തേക്കാമോ ഉസ്താദേ? ഭർത്താവിൻ്റെ സമ്മതമുണ്ടെങ്കിൽ ഭാര്യമാർക്ക് ലിപ്സ്റ്റിക്ക് തേക്കുന്നതിൽ പ്രശ്നമില്ല. അതല്ലാതെ ഇങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ തേക്കുന്ന പാടില്ല കേട്ടോ, പാടില്ല കേട്ടോ. ഇത് ദീനിൻ്റെ നിയമമാണ്. ഭർത്താവിൻ്റെ അനുവാദമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് തേക്കാം. തേക്കുമ്പോൾ തന്നെ രണ്ട് തരത്തിലുള്ള ലിപ്സ്റ്റിക് ഉണ്ട്. ഒന്ന് നമ്മൾ കൈകൊണ്ട് തുടച്ചാൽ തന്നെ അത് പോകും, ചിലത് ഇങ്ങനെ എണ്ണമയം പോലെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അത് നല്ലതുപോലെ ഉരച്ച് കഴുകിയാൽ മാത്രമേ പോകുള്ളൂ. അപ്പോൾ അങ്ങനെ ഉരച്ച് കഴുകാണെന്ന് നമുക്കിപ്പോൾ ഒളു എടുക്കുന്ന സമയത്ത് അങ്ങനെ ഉരച്ച് കഴുകില്ല, നമ്മൾ വെറുതെ വായ കൊപ്പിളിച്ച് പോവില്ലേ, മുഖം കഴുകി പോവില്ലേ. അപ്പോൾ ആ വെള്ളം തടയും എന്താ ലിപ്സ്റ്റിക്ക്. അപ്പോൾ അത് ലിപ്സ്റ്റിക്ക് വാങ്ങുന്നവർ സൂക്ഷിക്കുക. മാത്രമല്ല ഈ ലിപ്സ്റ്റിക്ക് വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ, ഭർത്താവിന് തൃപ്തി ഉണ്ടാവണം. എൻ്റെ ഭാര്യ ഒന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടൊന്ന് സുന്ദരിയായി നിൽക്കുന്നത് എനിക്ക് കാണാം, അങ്ങനെ മൂപ്പർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അത് പാടുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് മസാലകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വ്യത്യസ്തമായ മസാലകളാണ്, വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇതെല്ലാം ഓരോന്നും കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലതുപോലെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആരൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു എല്ലാവരിലും അല്ലാഹു തആല സമാധാനവും ശാന്തിയും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.